ശ്രീ പി ജയരാജൻ, ഇവിടെ ഉയർന്നിരിക്കുന്ന വിവാദം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണുമല്ലോ. CPIM നിയന്ത്രണത്തിലുള്ള പഠന കേന്ദ്രത്തിന്റെ പരിപാടിക്ക് സർക്കാർ ഫണ്ട് അനുവദിക്കുന്നു. അതിലാണ് ഈ പ്രതിഷേധം ഉയരുന്നത്. പഞ്ചായത്തുകളുടെ ഫണ്ട് CPIM കൊള്ളയടിക്കുന്നുവെന്നാണ് UDFന്റെ ആരോപണം. എന്താണ് മറുപടി? അതായത് UDFകാർക്ക് അധികാര വികേന്ദ്രീകരണ പ്രക്രിയയിൽ യാതൊരു പങ്കാളിത്തവും ഇല്ലല്ലോ. അധികാര കേന്ദ്രീകരണത്തിന് വേണ്ടി നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പൊ അവരുടെ എതിർപ്പിന് യാതൊരു അടിസ്ഥാനവുമില്ല. രണ്ടാമത് AKG പഠന കേന്ദ്രം മുമ്പ് കേരള പഠന കോൺഗ്രസുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കേരളം രാജ്യത്തിന് മുമ്പിലും ലോകത്തിന് മുമ്പിലും മാതൃകയായി നിൽക്കുന്നത് ബദൽ വികസന മാതൃകകൾ മുന്നോട്ട് വെച്ചതാണ്. ആ ബദൽ വികസന മാതൃകകൾ മുന്നോട്ട് വെക്കുന്നതിന് അക്കാദമിക രംഗത്തും പൊതുരംഗത്തുമുള്ള ആളുകളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് AKG പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ മുമ്പും ഇതേപോലെയുള്ള പഠന കോൺഗ്രസുകൾ നടത്തിയിട്ടുണ്ട്. ഇവിടെ വികേന്ദ്രീകൃത ആസൂത്രണം സംബന്ധിച്ചുള്ള ഒരു സംസ്ഥാനതല സെമിനാറാണ് നടക്കുന്നത്. ആ സെമിനാറിൽ പങ്കെടുക്കുന്നത് കേരളത്തിലെ എല്ലാ പഞ്ചായത്ത്, മുനിസിപ്പൽ ജനപ്രതിനിധികളുമാണ്, ഉദ്യോഗസ്ഥന്മാരുമുണ്ട്. അപ്പൊ അത്തരമൊരു വിപുലമായിട്ടൊരു ചർച്ച അധികാര വികേന്ദ്രീകരണത്തിന്റെ പുതിയ കാലത്തിന്റെ സവിശേഷതകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇനി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം നിർദ്ദേശം രൂപപ്പെടുത്താനുള്ള ചർച്ചയാണിത്. അതിൽ രാഷ്ട്രീയമായിട്ട് എല്ലാവർക്കും പങ്കെടുക്കാം, രാഷ്ട്രീയ വ്യത്യാസം കൂടാതെ എല്ലാവർക്കും പങ്കെടുക്കാം. ശ്രീ പി ജയരാജൻ, ഞാനൊന്ന് ഇടപെടുകയാണ്. അതായത് പങ്കാളിത്തത്തെ കുറിച്ചല്ല, ഇവിടെ ആ ധനവിനിയോഗത്തെ കുറിച്ചാണ്. തനത് ഫണ്ടിൽ നിന്ന് പണം കൊടുക്കാനുള്ള സർക്കുലറിലാണ് അവരുടെ വിയോജിപ്പ്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസിന്റെ ഭാഗമായി ഈ അധികാര വികേന്ദ്രീകരണത്തിലും തദ്ദേശ ഭരണ സംവിധാനത്തിലും കേരളം ആർജിച്ച നേട്ടങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. കേരളം നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ അതേക്കുറിച്ച് നമ്മൾ പറയുകയും വേണം. പക്ഷേ ഈ ധനവിനിയോഗത്തിൽ ഒരു അപാകത ഉണ്ടായിട്ടുണ്ടോ? കാരണം ഇങ്ങനെ പണം അനുവദിക്കാൻ കഴിയുന്നതാണോ? സർക്കാരിന്റെ പണം ഇതുപോലെ ഒരു സ്വകാര്യ സംഘടനയാണല്ലോ, അതിന് ഇങ്ങനെ അനുവദിക്കാൻ കഴിയുന്നതാണോ? അല്ല, ധനവിനിയോഗത്തിൽ യാതൊരു തെറ്റുമില്ല. കാരണം മുമ്പും ഇതുപോലെയുള്ള അപേക്ഷകൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് ഇക്കാര്യത്തിൽ അപേക്ഷിച്ചിട്ടുള്ളത്. ആ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തുകൾക്ക്, മുനിസിപ്പാലിറ്റികൾക്ക് അവരുടെ അധികാരവുമായി ബന്ധപ്പെട്ട വികേന്ദ്രീകൃതമായ ആസൂത്രണവും വികസനവും സംബന്ധിച്ചുള്ള ഒരു സെമിനാറിൽ പങ്കെടുക്കുന്നതിന് എല്ലാവർക്കും ക്ഷണമുണ്ട്. അതിൽ BJPക്കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, ലീഗുകാരുണ്ട്, CPMകാരുണ്ട്. എല്ലാവരും ജനപ്രതിനിധികളാകെ പങ്കെടുക്കുന്ന ഇത്തരമൊരു സെമിനാറിന് എല്ലാ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഒരു ഫണ്ട് നൽകുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം 40 വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സെമിനാറാണിത്. അപ്പൊ ആ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സെമിനാറിൽ ആവശ്യമായിട്ടുള്ള പ്രബന്ധങ്ങളുണ്ട്. ആ പേപ്പേഴ്സൊക്കെ പ്രിന്റ് ചെയ്യാനും ഈ പരിപാടി നടത്തുന്നതിനുമുള്ള ചെലവിലേക്ക് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളും തനത് ഫണ്ടിൽ നിന്ന് സംഭാവന കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. എന്ന് മാത്രമല്ല, ധാർമ്മികമായി തികച്ചും ശരിയായിട്ടൊരു കാര്യം കൂടിയാണ്. ശ്രീ പി ജയരാജൻ, ഞാൻ അതിനോട് പൂർണ്ണമായും യോജിക്കുന്നു. കാരണം ഇതുപോലെയുള്ള പരിപാടികളൊക്കെ നമ്മുടെ നാടിന്റെ നേട്ടങ്ങൾ ചർച്ച ചെയ്യാൻ, ഒപ്പം കോട്ടങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനൊക്കെ ആവശ്യമാണ്. അത് ഈ കാലഘട്ടത്തിൽ ആവശ്യവുമാണ്. പക്ഷേ ഇതുപോലൊരു പരിപാടി ലീഗോ BJPയോ കോൺഗ്രസോ നടത്തുകയാണെങ്കിൽ, ഇതുപോലെ തന്നെ ജനപ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുകയാണെങ്കിൽ അതിനും ഇതുപോലെ സർക്കുലർ ഇറക്കി പണം നൽകുമോ? തീർച്ചയായിട്ടും അത് അപേക്ഷ കൊടുത്താൽ ഗവൺമെന്റ് അല്ലേ പരിഗണിക്കുക. ഇവിടെ കോൺഗ്രസിനും ലീഗിനും അവകാശപ്പെടാൻ കഴിയില്ലല്ലോ. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്ന ഓരോ ഘട്ടത്തിലുമാണ് അധികാര വികേന്ദ്രീകരണം നടപ്പാക്കാനുള്ള ഫലപ്രദമായിട്ടുള്ള നിർദ്ദേശങ്ങൾ രൂപപ്പെട്ടത്. അപ്പൊ 1990കളിൽ ജില്ലാ കൗൺസിൽ നിലവിൽ വന്നല്ലോ. പ്രഥമ ജില്ലാ കൗൺസിലിലെ അംഗമാണ് ഞാൻ. അപ്പോ അധികാര വികേന്ദ്രീകരണത്തിന് വേണ്ടി ഒട്ടേറെ നടപടികൾ കൈക്കൊണ്ട സംസ്ഥാനമാണ് കേരളം. അത് ഇന്ത്യക്ക് തന്നെ മാതൃകയായിട്ടുള്ള ഒരു അധികാര വികേന്ദ്രീകരണ പ്രക്രിയയാണ് കേരളത്തിൽ നടന്നത്. ആ അധികാര വികേന്ദ്രീകരണ പ്രക്രിയ ആരംഭിച്ചതിന് ശേഷം ഇപ്പോൾ 10-30 വർഷക്കാലം പിന്നിടുകയാണ്. അപ്പോൾ ആ 30 വർഷക്കാലത്തെ അനുഭവങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് ഇനി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയും. ഇപ്പോൾ കേരളത്തിലാണല്ലോ അതീവ ദാരിദ്ര്യം ഇല്ലാതാക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഭരണ സംവിധാനത്തെ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ശ്രമം നടക്കുന്നത്. 2025 നവംബർ 1 അതീവ ദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായിട്ട് കേരളം മാറാൻ വേണ്ടി പോവുകയാണ്. സമ്പൂർണ്ണ മാലിന്യമുക്ത കേരളമായിട്ട് മാറാൻ വേണ്ടി പോവുകയാണ്. വയോജനങ്ങൾക്കും കിടപ്പ് രോഗികൾക്കും പരിചരണം നൽകുന്ന സ്വാതന്ത്ര്യ പരിചരണ മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അത്തരത്തിൽ പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റികളെയും ഫലപ്രദമായി ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ ഈ വികേന്ദ്രീകൃത ആസൂത്രണം ഇനി ഫലപ്രദമാക്കുന്നതിന് എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്യണം എന്നുള്ള ഒരു സംസ്ഥാന തലത്തിലുള്ള സെമിനാർ
അതിൽ ജനപ്രതിനിധികളെല്ലാം വരുന്നുണ്ട്, എല്ലാ പഞ്ചായത്തുകളെയും ക്ഷണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മന്ത്രിമാരെ ക്ഷണിക്കുന്നുണ്ട്. അതിന് രാഷ്ട്രീയമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഒറ്റ കാര്യമേ ഉള്ളൂ ശ്രീ പി ജയരാജൻ, അങ്ങ് പറഞ്ഞതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ പഠന കോൺഗ്രസ് നടത്തുന്നത് അത് സർക്കാരിന്റെ ചെലവിൽ വേണോ? സ്പോൺസേഴ്സിനെയൊക്കെ കിട്ടുമല്ലോ. കരുത്തുള്ള ഒരു പാർട്ടിയായ CPIന്റെ നിയന്ത്രണത്തിലുള്ള ഒരു കേന്ദ്രത്തിനാണോ പണം കിട്ടാൻ ബുദ്ധിമുട്ട്? അല്ല, ഇവിടെ CPM അല്ലല്ലോ AKG പഠന ഗവേഷണ കേന്ദ്രം എന്ന് പറയുന്നത്. അക്കാദമിക പണ്ഡിതന്മാരെ അടക്കം സഹകരിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ഗവേഷണ സ്ഥാപനമാണ്. ആ ഗവേഷണ സ്ഥാപനത്തിന്റെ പിന്നിലുള്ളവർക്ക് ചിലർക്ക് രാഷ്ട്രീയമുണ്ട്, ശരിയാണ്. അതേസമയം രാഷ്ട്രീയമില്ലാത്തവരും AKG പഠന ഗവേഷണ കേന്ദ്രവുമായിട്ട് സഹകരിക്കുന്നുണ്ട്. അപ്പൊ സഹകരിക്കുന്ന എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് ഭാവി കേരളത്തിന്റെ വികേന്ദ്രീകൃത പ്രക്രിയക്ക് എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് പുതുതായിട്ട് രൂപപ്പെടുത്തേണ്ടത്? അതായത് ഈ ഭരണസമിതിയുടെ അങ്ങേക്കും അറിയാമല്ലോ, നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ഇനി ഏതാനും മാസങ്ങൾക്കുള്ളിൽ 6 മാസം പോലും വേണ്ട ഈ ഭരണസമിതിയുടെ കാലാവധി തീർന്ന് തെരഞ്ഞെടുപ്പിലേക്ക് പോകാനും പുതിയ തദ്ദേശ സമിതികൾ നിലവിൽ വരാനും പോവുകയാണ് ഈ വർഷം തന്നെ. അപ്പോഴാണോ ഈ ചർച്ച നടത്തുക എന്ന ഒരു ചോദ്യം കൂടിയുണ്ട്. തീർച്ചയായിട്ടും അപ്പോഴാണ് ചർച്ച നടത്തേണ്ടത്. പുതിയ പഞ്ചായത്ത് മുനിസിപ്പൽ ഭരണസമിതികൾ വരുന്നതിന് മുമ്പേ വരുന്ന ജനപ്രതിനിധി സഭകൾക്ക് എന്തെല്ലാം കാര്യങ്ങളിൽ ഇനി ഫലപ്രദമായിട്ട് ഇടപെടാൻ കഴിയും എന്ന നിർദ്ദേശം രൂപപ്പെടുത്തണല്ലോ. അപ്പോ ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി ഇത്തരം ഒരു ചർച്ച നടത്തുന്നതിന് ഗവൺമെന്റ് പിന്തുണ കൊടുക്കണം എന്ന അഭ്യർത്ഥനയുമായിട്ട് തീർച്ചയായും ഒരു സംശയം ചോദിച്ചോട്ടെ ശ്രീ പി ജയരാജൻ, പ്രതിപക്ഷത്തെ ക്ഷണിച്ചിട്ടുണ്ടോ? ലീഗ് ഒക്കെ വലിയ രീതിയിൽ വിമർശനം ഉയർത്തുകയാണല്ലോ. ക്ഷണിച്ചിട്ടുണ്ട്. സംഘാടക സമിതിയിൽ മുഴുവൻ CPIM നേതാക്കളുടെയൊക്കെ പേരുകളൊക്കെയാണ് കണ്ടത്. ഹലോ, സംഘാടനം മുഴുവൻ CPIM ആണല്ലോ, CPIM നേതാക്കളാണ്. മാത്രമല്ല സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തത് EP ജയരാജനാണ്. CPIMന്റെ ജില്ലാ നേതാക്കളെ മാത്രമേ ഈ സംഘാടക സമിതിയിൽ, അങ്ങേക്ക് തെറ്റാണെങ്കിൽ തിരുത്താം, സംഘാടക സമിതിയുടെ ആ ഒരു ലിസ്റ്റിൽ CPIM നേതാക്കളെ മാത്രമേ കണ്ടുള്ളൂ. AKG പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ തലപ്പത്തുള്ളവരിൽ CPM നേതാക്കന്മാരുണ്ട്. അതോടൊപ്പം തന്നെ AKG പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരിൽ ഒട്ടേറെ മഹത് വ്യക്തികളുണ്ട്, അക്കാദമിക പണ്ഡിതന്മാരുണ്ട്. അപ്പൊ CPMകാർക്ക് ഇതൊന്നും പറ്റില്ല. അങ്ങനെയില്ല, ഒന്നും ചെയ്യാത്ത CPMകാരാണല്ലോ ഇതൊക്കെ കൂടുതലായും ചെയ്യുന്നത്. പ്രചരണം കൊടുത്തുകൊണ്ട് എന്താ കാര്യം? ഒരിക്കലുമല്ല, അങ്ങനെയുള്ള പ്രചരണമേ ഇല്ല ശ്രീ പി ജയരാജൻ. എനിക്ക് അങ്ങനെയുള്ള ഒരു ഉദ്ദേശ്യവുമില്ല. ഞാൻ ചോദിച്ചത് പ്രതിപക്ഷത്തെ ക്ഷണിച്ചിട്ടില്ല എന്ന് അവർ പറയുന്നു, സംഘാടനം മുഴുവൻ CPIMന്റെ നേതാക്കളാണെന്ന് പറയുന്നു. അപ്പോൾ അതിനൊരു മറുപടി കൊടുക്കേണ്ടേ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ വിവാദം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഈ വിവാദമാക്കുന്ന ആളുകളെ കൂടി ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു സംഘാടനത്തിലേക്ക് പോകേണ്ടേ? അത് ഉണ്ടായിട്ടില്ല. പരിപാടി നടത്താൻ എനിക്ക് തോന്നുന്നു ഇനി 4-5 ദിവസത്തിനുള്ളിൽ പരിപാടി തുടങ്ങാൻ പോവുകയല്ലേ? അല്ല, തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രിമാരെയൊക്കെ ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ ലീഗ് കൈകാര്യം ചെയ്ത വകുപ്പ് കൂടിയാണിത്. അപ്പൊ അവർക്കും വരാലോ, കോൺഗ്രസുകാർക്കും വരാം. ബോധപൂർവം ഇതൊരു രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റുക അവരെ നമ്മൾ അവരാ ചെയ്യുന്നത്. പിന്നെ തീർച്ചയായിട്ടും മറ്റു സംസ്ഥാനത്തിലെ മന്ത്രിമാരെയും ക്ഷണിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ദേശാഭിമാനിയിലാണ് കേട്ടോ വായിച്ചത്. ഞാൻ അങ്ങയോട് ചോദിക്കാൻ കാര്യം, ഞാൻ ദേശാഭിമാനിയിലാണ് വായിച്ചത്. സംഘാടക സമിതി ഓഫീസ് തുറന്നു എന്ന് പറഞ്ഞുകൊണ്ട് അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസ് സംഘാടക സമിതി ഓഫീസ് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ ഉദ്ഘാടനം ചെയ്യുന്നു എന്നുള്ള ആ ചിത്രം സഹിതമുള്ള അതിൽ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ്, PK ശ്യാമള, KC ഹരീഷ്ണൻ തുടങ്ങി പാർട്ടിയുമായി ബന്ധമില്ലാത്ത ഒരാൾ പോലും അതിലും ഇല്ല, ആ ചടങ്ങിലും ഇല്ല. അല്ല, അതുകൊണ്ടെന്താ? CPIM ഈ രാജ്യത്ത് നിയമവിധേയമായി പ്രവർത്തിക്കുന്ന പാർട്ടിയല്ലേ? ഉറപ്പായും. അപ്പോൾ ഇത് പാർട്ടി പരിപാടിയാണ്. ഞാൻ ഇത് പറയാൻ കാര്യം അങ്ങയോട് തർക്കിക്കാനല്ല, ഇത് പാർട്ടി പരിപാടിയാണ്. അല്ല, ആ പാർട്ടിയുടെ നേതാക്കന്മാര് നല്ല കാര്യം ചെയ്യുമ്പോൾ അനുകൂലിക്കുകയല്ലേ സുജയ പാർവതി പോലെയുള്ള ആളുകൾ ചെയ്യേണ്ടത്? ഞാൻ അനുകൂലിക്കുന്നുണ്ടല്ലോ, ഞാൻ പരിപാടി നല്ലതാണെന്നാണ് പറഞ്ഞത്. പക്ഷെ അതിൽ പ്രതിപക്ഷത്തെ ക്ഷണിച്ചില്ല എന്ന് അവർക്കൊരു അലോഹ്യമുണ്ട്. അതുകൂടി നമുക്കൊന്ന് പരിഹരിക്കണ്ടേ? തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. കർണാടകത്തിലെ മന്ത്രിയെ അടക്കം ക്ഷണിച്ചിട്ടുണ്ട്, തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രിയെ അടക്കം. തമിഴ്നാട്ടിലെ മന്ത്രിമാരെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ഒരു രാഷ്ട്രീയ പരിപാടി, എല്ലാവരെയും പങ്കെടുപ്പിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് സംഘാടകർ ഉദ്ദേശിച്ചിട്ടുള്ളത്. ചിലപ്പോ കോൺഗ്രസ് രാഷ്ട്രീയമായിട്ട് വരാതിരിക്കുന്ന നിലപാട് സ്വീകരിക്കുമോ എന്നറിയില്ല. എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട് എന്നത് എനിക്ക് കൃത്യമായി പറയാനാവും. ഇപ്പോൾ ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലാരിയാണ് പരസ്യ പ്രതികരണം നമ്മളോട് തന്നെയാണ് നടത്തിയത്. റോഡുകളുടെയൊക്കെ അറ്റകുറ്റപ്പണി നടത്താൻ കാശില്ലാത്തപ്പോഴാണ് ഈ അഴിമതി കാണിക്കുന്നത്, നികുതിപ്പണം ധൂർത്തടിക്കാനായി അവസരം ഒരുക്കുകയാണ്. നവകേരള സദസ്സിനും ഇതുപോലെ നവകേരള സദസ്സിന്റെ സമയത്ത് പിരിച്ചതുപോലെ അല്ലെങ്കിൽ തനത് ഫണ്ടിൽ നിന്ന് പണം എടുത്തതുപോലെ പാർട്ടി പരിപാടിക്ക് ഉപയോഗിക്കുന്നു എന്നതാണ് അവരുടെ ഒരു ആക്ഷേപം. അല്ല, അതിനൊന്നും യാതൊരു അർത്ഥവുമില്ല. അതായത് നേരത്തെ പഠന കോൺഗ്രസുകൾ നടന്നിട്ടുണ്ട്. പഠന കോൺഗ്രസുകളിൽ രൂപപ്പെട്ട കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് പണവും അധികാരവുമെല്ലാം വികേന്ദ്രീകരിക്കപ്പെട്ടുകൊണ്ടുള്ള ഭരണ നടപടികൾ ഉണ്ടായത്. അപ്പോൾ ഗവൺമെന്റിന്
അധികാര വികേന്ദ്രീകരണ പ്രക്രിയ ഇനി ഫലപ്രദമാക്കുന്നതിനുള്ള വിലപ്പെട്ട നിർദ്ദേശങ്ങളാണ് ഈ സെമിനാറിൽ രൂപപ്പെടാൻ വേണ്ടി പോകുന്നത്. ആ സെമിനാറിൽ കോൺഗ്രസും ലീഗും BJP യും ഒക്കെ പങ്കെടുക്കണം, ജനപ്രതിനിധികൾ പങ്കെടുക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്.